സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വാർത്തകളെല്ലാം ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് സംശയമുള്ള ഒരു കാര്യമുണ്ട്. അതായത് മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇവിടെ മടിയിൽ പല ആൾക്കാരുടെയും മടിയിലുണ്ടോ, അതുകൊണ്ടാണോ ചില ആൾക്കാരൊക്കെ ഭയക്കുന്നത് എന്നുള്ളൊരു സംശയം. വേറെ ഒന്നും അല്ലട്ടാ, ഈ ലാല് എന്ന് പറയുന്ന നമ്മുടെ സംവിധായകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രതികളെ അന്ന് എനിക്ക് കൊലപ്പെടുത്താൻ തോന്നിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, PT തോമസ് ഒന്നുമല്ല ബെഹ്റയെ വിളിച്ചത്, ഞാനാണ് ബെഹ്റയെ വിളിച്ചത്. അതൊരു വലിയ തീരുമാനമായിരുന്നു. അത് മാത്രവുമല്ല, മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ സംശയമുണ്ടെന്ന് പറഞ്ഞത് ഞാനാണ്. പിന്നീട് അയാളെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു, പ്രതിയാക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ലാലിന്റെ ഒരു പ്രകടനമുണ്ട്. ഞാൻ അതിജീവിതയെ വിളിക്കാൻ പോയിട്ടില്ല എന്നും അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അതിജീവിതയെ ഞാൻ ഈ വിധി അറിഞ്ഞതിന് ശേഷം ഫോൺ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത്, അതായത് എന്താണ് ലാല് മറക്കാൻ ശ്രമിക്കുന്നത്? എന്തെങ്കിലും ലാലിന് പറയണമെന്നുണ്ടോ? അല്ല ലാലിന്റെ മനസ്സിൽ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടിരിക്കുന്നുണ്ടോ? എന്തോ ഒരു സത്യം ലാലിന്റെ ഉള്ളിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സംസാരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ലാലിന്റെ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലാലിന്റെ മനസ്സും കണ്ണും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലേ ലാലിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ നടി ആക്രമിക്കപ്പെട്ട ഏതോ ഒരു സംഭവം ലാലിനറിയാം, അല്ലെങ്കിൽ ലാലിന് എന്തോ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ, ആ ഒരു സങ്കടത്തിൽ ഏതൊരു സിനിമയിൽ ഇന്നസെന്റ് പോയിട്ട് ഒച്ചത്തിൽ പറയുന്നില്ലേ, അതായത് ഒരു മലയിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. അതുപോലെ ലാല് എവിടെയെങ്കിലും പോയിട്ട് നോക്കി പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കേ. അതായത് ആ ഒരു നിമിഷത്തിൽ ബെഹ്റയെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രഹസനം എന്തിനാണ്? ആര് വിളിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ ആയി കഴിഞ്ഞാലും കേസ് ഇതുപോലെ ഇതുവരെ എത്തിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ലാലും ദിലീപും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും നമുക്കറിയാം. പിന്നീട് എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ ഒരുപാട് സിനിമയിൽ ലാൽ അഭിനയിച്ചിട്ടുമുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അവര് തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലാലിന് ശരിക്കും കഴിച്ചിട്ട് ഇറക്കാനും പറ്റാതെ മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത ഒരു സ്ഥിതിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി ശരിക്കും മകളെ പോലെയാന്ന് പലപ്പോഴും പറയാറുണ്ട്. അതുമാത്രവുമല്ല, ലാലിന്റെ വീട്ടിലെ എല്ലാ സ്വാതന്ത്ര്യവും ഉള്ളതാണ്. ലാലിന്റെ മകൻ സംവിധാനം ചെയ്ത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിജീവിതയോട് ലാലിന് ഒരു സ്നേഹവുമുണ്ട്. പക്ഷെ ദിലീപിനെ അങ്ങ് തള്ളിക്കളയാനും കഴിയുന്നില്ല. അങ്ങനെ ഇവര് തമ്മിൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം ഇവരുടെ ഉള്ളിൽ, ലാലിന്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അല്ലെങ്കിൽ എന്തോ ഒരു സത്യം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടോ, എന്തോ ഒരു എനിക്കറിയുന്ന ഒരു സത്യമുണ്ട്, അത് ഞാൻ മറച്ചു പിടിക്കുന്നുണ്ടോ? നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഒരു രഹസ്യം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ആരും അറിയരുത് എന്ന് കരുതിയിട്ട് നമ്മൾ പലതരത്തിലും അത് പല സ്ഥലങ്ങളിൽ പല ആൾക്കാരോടും തുറന്നു പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കള്ളത്തരങ്ങൾ പിടികൂടുകയും നമ്മുടെ ഉള്ളിലുള്ള രഹസ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചുരണ്ടിയെടുക്കുകയും അതങ്ങനെ വെളിയിൽ വരികയും ചെയ്യും. അതുപോലെ തന്നെയാണ് ലാല് വെറുതെ അനവസരത്തിലാണ് പറയുന്നത് ബെഹ്റയെ വിളിച്ചത് ഞാനാണ്, PT തോമസ് അല്ല. കാരണം PT തോമസ് ഇപ്പോഴില്ല. അത് തുറന്നു പറയാനോ അല്ലെങ്കിൽ അവിടെ നിന്നും വന്നിട്ട് പറയാനോ PT തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല. അയാൾ മരിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബെഹ്റയെ ആര് വിളിച്ചു കഴിഞ്ഞാലും എന്താണ്? പോലീസ് മേധാവിയെ ഇനിയിപ്പോൾ MLA വിളിച്ചാലോ അല്ലെങ്കിൽ ലാല് വിളിച്ചാലോ എന്താണ്? ഞാനാണ് ഈ കുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുത്തത്, ഞാനാണ് ഈ കുട്ടിക്ക് ഇത്രയും കാലം നിന്നത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നോക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ദിലീപിന്റെ കൂടെ നിൽക്കുകയും, എന്നാൽ ഞാൻ ദിലീപിന്റെ കൂടെയല്ല, ഞാൻ ഈ അതിജീവിതയുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യാനുള്ള ഒരു വ്യഗ്രതയായിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവത്തെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നിയതാണ്, ഞാൻ ഒരുപാട് പ്രാവശ്യം അത് കേട്ടു. അതായത് അവിടെ പല പ്രാവശ്യം കേട്ടപ്പോഴും തന്നെ പല ടോണിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ബെഹ്റയെ വിളിച്ചത് ഞാനാണ്, മാർട്ടിനെ പിടിച്ചു കൊടുത്തത് ഞാനാണ്, മാർട്ടിൻ്റെ പരിക്കേറ്റ് പോലീസുകാർ ആശുപത്രിയിൽ ചേർക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു മാർട്ടിനെ എനിക്ക് സംശയമുണ്ടെന്ന്, അങ്ങനെ മാർട്ടിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഈശ്വരനറിയാം എന്താണ് നടന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളിൽ ലാലിനെതിരെ ആ ഒരു സമയത്ത് വന്നിരുന്നു. ലാലിൻ്റെ സെറ്റിലായിരുന്നു ഈ എന്താ പറയുക, നമ്മളെ ഹീറോ ഹോണ്ട സുനിയ, പൾസർ സുനിയ ആരോ സെറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതായത് ലാലിൻ്റെ ഒരു സിനിമ ഗോവയിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുകേഷിൻ്റെ ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് സിനിമയിലുള്ള അവസരങ്ങൾ കൊടുത്തത് ആരാണ്?
എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അത് മാത്രവുമല്ല, ഇന്ന് പറയുന്ന ഒരു ഒരു ഗുരുതരമായ ഒരു കാര്യമുണ്ട്. അത് ഞാൻ കുറച്ചും കൂടി അറിഞ്ഞിട്ട് പറയാം. അതായത് ഒരു പഴയകാല നടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു ഈ ഒരു സംഘം എന്ന് ഒരു കേൾക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടും എന്തിനാണ് ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സിനിമാക്കാർ നിർബന്ധിതമാകുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മലയാള സിനിമ ഭരിക്കുന്നത് ഗുണ്ടകളാണ്. മലയാള സിനിമയിൽ ഗുണ്ടായിസം ആദ്യം എടുത്തു കളയണം. അവിടെയുള്ള പല ഗുണ്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചങ്ങാതിമാരാണ്. അതുകൊണ്ട് ഈ ഗുണ്ടകളെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തച്ചൊടച്ച് കളയണമെന്നേ ഞാൻ പറയുള്ളൂ. ഒരു കാരണവശാലും ഈ ഗുണ്ടായിസത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ഇവിടെ അതിൻ്റെ ഒരു വലിയ വില തന്നെയാണ് നമ്മളിപ്പോഴും കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഗുണ്ടായിസം കൊണ്ട്, അതായത് ഇവനൊക്കെ കൊട്ടേഷൻ സംഘാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ ആരാണ് ഇവനെയൊക്കെ സെറ്റിൽ അടുപ്പിക്കുന്നത്? ഗോവയിലൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ലാലായാലും ലാലിന്റെ മകനായാലും മറ്റുള്ളവരായാലും എല്ലാവർക്കും അറിയാം, ഗോവയിൽ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഇവനൊക്കെ ഉണ്ട് എന്ന്. എന്നിട്ടും ഇവന്റെയൊക്കെ ഐഡിയോ കാര്യങ്ങളോ നോക്കാതെയും ഇവനൊക്കെയുള്ള കേസുകൾ നോക്കാതെയും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുതിർന്ന നടിയാണെങ്കിൽ വേറെ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു സംശയം വരെയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുത്തനെ പിടിച്ചിട്ട് സെറ്റിൽ കൊണ്ടുപോയി ജോലി കൊടുത്ത ലാലിനെ പോലെയുള്ള ആൾക്കാരും ഇതിലെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുറ്റം ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലാലിന് നല്ല കുറ്റബോധമുണ്ട്. ലാൽ എന്തോ മറക്കുന്നുണ്ട്. ലാലെ ഒന്ന് പൊട്ടിക്കരിയു പോയിട്ട്, എവിടെയെങ്കിലും പോയിട്ടൊന്ന് പൊട്ടിക്കരിയൂ. താങ്കൾ 8 വർഷത്തോളമായി താങ്കൾ ചിരിച്ചിട്ടെന്ന് ഞങ്ങൾക്കറിയാം. താങ്കളുടെ സിനിമ കണ്ടാൽ അറിയാം താങ്കളുടെ മുഖത്തുള്ള ദുഃഖങ്ങള്. താങ്കൾ പലതരത്തിലുള്ള മാനസിക വിഷമത്തിലൂടെ താങ്കൾ പോവുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളുടെ ഉള്ളിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം എന്താണെന്ന് പറയുകയാണ് വേണ്ടത്. അല്ലാതെ ഇവിടെ പോലീസ് മേധാവിയെ ആര് വിളിച്ചു, ആരാണ് ഇവിടെ ആംബുലൻസും കൊണ്ടുവന്നത്, ആരാണ് ഇവിടെ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നത്, അല്ലെങ്കിൽ ഇതിന്റെ എതിരെ നിൽക്കുന്ന ആള് മരിച്ചുപോയി എന്നെല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ലാലിന് ഈ ഒരു ക്രെഡിറ്റ് മാത്രം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ലാലിന്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമോ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ലാല് അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ലാൽ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ലാൽ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ലാൽ ബെഹ്റയുടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലരുടെയും കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ലാൽ എന്താണ് ചെയ്യേണ്ടത്? ഇവർക്ക് എന്താണ് ശിക്ഷ? അത് നോക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്ത് വണ്ടി അയച്ചതിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലോ ലാലിന് ഇവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊന്നും നമുക്കറിയില്ലട്ടാ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത്, ഇതൊന്നും എനിക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റൂല. പക്ഷെ ലാല് ഇനി മരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ തുറന്ന് പറയണമായിരുന്നു എന്താ സംഭവം എന്ന്. അതായത് മനുഷ്യന്മാർ എപ്പോഴും തന്നെ ഈ ആരോഗ്യത്തിൽ നിൽക്കുമല്ലോ. അതുകൊണ്ട് ഒരു 10-90 വയസ്സാകുമ്പോഴെങ്കിലും പറയണം എന്തായിരുന്നു ആ രഹസ്യം. ആ രഹസ്യം വെളിയിൽ വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.